പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമീനിയ 41 രണ്ടാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ ആണ്. രണ്ടാമത്തെ ദിവസം ആരംഭിക്കുന്നത് വുമൺസ് വേൾഡ് ടൈറ്റിൽ മത്സരത്തോട് കൂടിയിട്ടാണ്. നിലവിലെ ചാമ്പ്യനായ ഇയോ സ്കൈ, ബിയാങ്ക ബെലേർ, റിയ റിപ്ലി തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഒരു കിടിലൻ ട്രിപ്പിൾ ത്രെറ്റ് മത്സരം തന്നെ തുടക്കത്തിലേക്ക് കാണാൻ സാധിച്ചു. ആദ്യ ദിവസത്തെ റസൽമീനിയയിലും ഇന്ന് കഴിഞ്ഞ റസൽമീനിയയിലും ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരം ഈ ഒരു വുമൺസ് വേൾഡ് ടൈറ്റിൽ മത്സരമായിരുന്നു. മത്സരം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരേ ഒരു പേസോട് കൂടിയിട്ടാണ്. മത്സരം ഒരിക്കലും സ്ലോ ആകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇയോസ്കൈയുടെ ഭാഗത്തു നിന്നുള്ള ഹൈ ഫ്ലൈ മൂവ്സ് ആയാലും റിയ റിപ്ലിയുടെയും ബിയാങ്ക ബെലേറിൻ്റെ ഭാഗത്തു നിന്നുള്ള പവർ ഹൗസ് മൂവ്സ് ആയാലും അത് ഒരിക്കലും നമ്മളെ മടുപ്പിച്ചിട്ടില്ല. മത്സരം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഡൗൺ ആയി പോയി എന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു 3 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. മത്സരത്തിൽ ഇയോ സ്കൈ തന്നെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തത്. നമ്മുടെ പ്രൊഡിക്ഷൻ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു മത്സര റിസൾട്ട് തന്നെയാണ് തുടക്കത്തിലേക്ക് കാണാൻ സാധിച്ചത്. ബിയാങ്ക ബെലേറിനും റിയ റിപ്ലിക്കും ഭാവിയിലേക്ക് കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ എങ്ങനെയെന്നുള്ളത് അവർ മുൻപേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയോ സ്കൈ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ള ആ ഒരു റിസൾട്ട് വലിയൊരു സർപ്രൈസ് നൽകിയില്ല. പക്ഷേ 3 പേരുടെ പ്രകടനം അതായിരുന്നു നമ്മളെ ഇന്ന് റസൽമീനിയ 41 ഏറ്റവും ഞെട്ടിച്ച മത്സരങ്ങളിൽ ഒന്ന്. രണ്ടാമതായി കാണാൻ സാധിച്ചത് ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് ഡെമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിരുന്നു. അതികിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് 2 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാകുമ്പോൾ വെപ്പൺസൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുതന്നെയാണ് മത്സരത്തിൽ എടുത്തു പറയാനുള്ളത്. സ്റ്റീൽ സ്റ്റെപ്പ്, ടേബിൾ, ചെയർ തുടങ്ങിയവയൊക്കെ ഈ മത്സരത്തിൽ ഉടനീളം അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ നമ്മുടെ പ്രൊഡിക്ഷൻ പറയുന്ന പോലെ തന്നെ ഡ്രൂ മാക്കൻറ്റയർ തന്നെയാണ് വിജയിച്ചത്. മത്സരത്തിൽ 3 ടേബിൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് 2 വട്ടമായിട്ടാണ്. ആദ്യം ഡെമിൻ പ്രീസ്റ്റ് ഡ്രൂ മാക്കൻറ്റയറിനെതിരെ ഒരു ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് ചെയ്തു. അതിനുശേഷം 2 ടേബിളിൻ്റെ മുകളിലേക്ക് ഡെമിൻ പ്രീസ്റ്റ് അണ്ടർടേക്കറിൻ്റെ മൂവിന് സമാനമായിട്ടുള്ള ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് ഡ്രൂ മാക്കൻറ്റയർ ഡെമിൻ പ്രീസ്റ്റിനെ തള്ളിയിട്ടുകൊണ്ട് 2 ടേബിൾ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. തിരികെ റിങ്ങിലേക്ക് കയറ്റി ഒരു സ്റ്റീൽ ചെയറിൻ്റെ അടുത്തേക്ക് ആ തല കൊണ്ട് വെച്ച് ആ കോർണറിലേക്ക് ഓടിച്ചെന്ന് ക്ലൈമർ കിക്ക് കൊടുത്തിട്ടാണ് ഡ്രൂ മാക്കൻറ്റയർ മത്സരത്തിൽ വിജയിക്കുന്നത്. ഇതിനിടയിൽ സ്റ്റീൽ ചെയറും സ്റ്റീൽ സ്റ്റെപ്പും ഒക്കെ ഇരുവരും യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഡ്രൂ മാക്കൻറ്റയറിൻ്റെ ഈ ഒരു വിജയം മായിട്ടുള്ള ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ്. കൂടാതെ ഡ്രൂ മാക്കൻറ്റയറിന് ഇനി മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് കയറി വരാൻ ഈ ഒരു വിജയം വലിയ സഹായകമായേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായി കാണാൻ സാധിച്ചത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ഡൊമിനിക് മെയ്സ്റ്റീരിയോ വേഴ്സസ് ഫിൻ ബെലർ വേഴ്സസ് പെൻഡ തമ്മിലുള്ള ഒരു ഫേറ്റൽ ഫോർമേ മത്സരം. ഈ മത്സരത്തിൻ്റെ ഒരു പ്രകടനത്തെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരം തന്നെ കാണാൻ സാധിച്ചു. നമ്മൾ ഈ മത്സരം അനൗൺസ് ചെയ്ത അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിടിലൻ മാച്ച് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്. അതിലുപരി ഈ മത്സരത്തിൻ്റെ പ്രകടനത്തിൽ നമുക്ക് മറ്റൊന്നും എടുത്തു പറയാനില്ല. അതുപോലെ തന്നെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി സർപ്രൈസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് അത് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഡൊമിനിക് മെയ്സ്റ്റീരിയോ പുതിയ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആകും എന്നുള്ളത്. മത്സരത്തിൻ്റെ ഒരു സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൻ ബാലർ ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് സഹായകമായിട്ട് കാർലിറ്റോയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. കാർലിറ്റോ വന്നിട്ട് ഈ റഫറിയുടെ കാലൊക്കെ പിടിച്ച് നിലത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോൺ ബ്രേക്കറിനെയൊക്കെ ഡിസ്ട്രാക്ഷനിലൂടെ അങ്ങനെ ഞെട്ടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ കാർലിറ്റയ്ക്കെതിരെ ഒരു കിഡിലൻ സ്പിയർ ബ്രോൺ ബ്രേക്കർ കൊടുക്കുന്നുണ്ട്. അതായത് രണ്ടാമത്തെ കമൻറ്റേഴ്സ് ടേബിളിൽ നിന്ന് ഓടി വന്ന് ഒന്നാമത്തെ കമൻറ്റേഴ്സ് ടേബിളിൽ നിൽക്കുന്ന കാർലിറ്റയ്ക്കെതിരെ കമൻറ്റേഴ്സ് ടേബിൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്പിയർ അത് കിടിലമായിട്ട് ബ്രോൺ ബ്രേക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ബ്രോൺ ബ്രേക്കറിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ പോയിൻ്റ് ആയിട്ടില്ല. ഈ ഫിൻ ബാലറും ഡൊമിനിക്കും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഫിൻ ബാലർ വിജയിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഡൊമിനിക് മെയ്സ്റ്റീരിയോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡൊമിനിക് മെയ്സ്റ്റീരിയോ ടൈറ്റിൽ വിജയിക്കുന്നത്. അങ്ങനെ പുതിയ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആയിട്ട് ഡേർട്ടി ഡൊമിനിക് മെയ്സ്റ്റീരിയോ വിജയിക്കുന്നതും റസൽമീനിയ 41 രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യ സർപ്രൈസ് റിസൾട്ടായി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. നാലാമതായി കാണാൻ സാധിച്ചത് സൂപ്പർ താരമായ റാൻഡി ഓർട്ടൻ്റെ ഓപ്പൺ ചലഞ്ച് മത്സരമായിരുന്നു. റാൻഡി ഓർട്ടൻ്റെ യഥാർത്ഥ ശത്രു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളി എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് ആയിരുന്നു. കെവിൻ ഓവൻസിന് കഴുത്തിന് ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ ഒരു ഓപ്പൺ ചലഞ്ചാണ് റസൽമീനിയ 41 ഇട്ടത്. അപ്പോൾ കുറേയധികം പേരുകൾ റൂമേഴ്സ് പ്രകാരം കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുതുതായി സൈൻ ചെയ്തിട്ടുള്ള റൂസേവ്, അലിസ്റ്റർ ബ്ലാക്ക് അങ്ങനെയുള്ള ഒരു നീണ്ട ഒരു നിര തന്നെ റാൻഡിയുടെ എതിരാളിയായിട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ആരുമല്ല വന്നത്. TNAയുടെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോ ഹെൻറി എന്ന് പറയുന്ന ചാമ്പ്യനാണ് ഓപ്പൺ ചലഞ്ചിന് മറുപടി പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ വേണ്ടി വന്നത്. ജോ ഹെൻറിയുടെ ആ ഒരു അപ്പിയറൻസ് അത്
വലിയ സർപ്രൈസ് ആയിരുന്നു. ഒരാൾ പോലും, ഒരു വെബ്സൈറ്റ് പോലും ഇത്തരത്തിലുള്ള ഒരു റൂമർ ഉണ്ടെന്ന് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജോ ഹെൻറി ഇതിന് മുൻപും റോയൽ റംബിൾ അതുപോലെ തന്നെ NXT ഷോസ് അതിലൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോ ഹെൻറി ആദ്യമായിട്ടല്ല WWE ഷോയിൽ വരുന്നത്. ഒരു TNA വേൾഡ് ചാമ്പ്യൻ, ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ചാമ്പ്യൻ റസൽമീനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് ഷോയിൽ അപ്പിയർ ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ റാൻഡി ഓർട്ടൺ തന്നെയാണ് മത്സരത്തിൽ വിജയിച്ചത്. TNAയുടെ വേൾഡ് ചാമ്പ്യന് ഒരു വലിയൊരു അവസരം കിട്ടി എന്നുള്ളതിൽ ഉപരി വിജയിപ്പിക്കാതിരുന്നത് ഒരു മോശമാണെന്ന് ഞാൻ പറയില്ല. എന്തായാലും ജോ ഹെൻറിയെ RKO ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ വിജയിക്കുന്നു. അതിനുശേഷം ജോ ഹെൻറിക്ക് ഒരു RKO കൂടി റാൻഡി ഓർട്ടൺ കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്തായാലും റാൻഡി ഓർട്ടനും ഇനി സ്മാക്ക് ഡൗണിൽ നല്ല ആക്റ്റീവായിട്ടുള്ള സ്റ്റോറി ലൈനുകൾ ലഭിക്കുമെന്ന് കരുതാം. അഞ്ചാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് ലോഗൻ പോൾ വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുള്ള സിംഗിൾസ് മത്സരമായിരുന്നു. ലോഗൻ പോളും AJ സ്റ്റൈൽസും ഏറ്റുമുട്ടുമ്പോൾ ഒരു കിടിലൻ പെർഫോമൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് മത്സരത്തിൽ കാണാൻ സാധിച്ചു. എൻ്റെ ഒരു പ്രഡിക്ഷൻ പോലെ തന്നെ ഒരു പുട്ടോർ സ്റ്റൈൽ മത്സരം തന്നെയാണ് AJ സ്റ്റൈൽസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അത് കുറച്ചും കൂടി സ്റ്റോറി ലൈൻ കണക്ട് ചെയ്തുകൊണ്ട് അവർ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതായത് മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ലോഗൻ പോളിന് ആ ബേർനക്കൾ കൊടുക്കാൻ വേണ്ടി ലോഗൻ പോളിൻ്റെ ഒരു സുഹൃത്ത് റിംഗ് സൈഡിലേക്ക് ഇങ്ങനെ പതിഞ്ഞ് വരുന്നുണ്ട്. അവിടെ കിരൺ ക്രോസിൻ്റെ ഒരു അപ്പിയറൻസും കിരൺ ക്രോസ് അത് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുന്നതും അങ്ങോട്ടേക്ക് AJ സ്റ്റൈൽസ് വന്നിട്ട് ആ ഒരു വ്യക്തിയെ എടുത്ത് എറിയുന്നതും എന്നിട്ട് കിരൺ ക്രോസുമായിട്ട് 1-2 സെക്കൻഡ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് അവസാനം കിരൺ ക്രോസിനെ AJ സ്റ്റൈൽസ് ഒരു അടി കൊടുത്തുകൊണ്ട് പിന്നീട് AJ റിങ്ങിലേക്ക് കയറുന്നതും ഈ അവസരത്തിൽ ഫിനിഷർ ഇട്ടുകൊണ്ട് AJ സ്റ്റൈൽസിനെ പെട്ടെന്ന് ലോഗൻ പോൾ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ലോഗൻ പോൾ എന്ന് പറയുന്ന സെലിബ്രിറ്റി പാർട്ട് ടൈം റെസ്ലറിനെ പുട്ട് ഓവർ ചെയ്യുന്ന AJയുടെ ഒരു മത്സരം മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഒരു സർപ്രൈസ് നൽകിയില്ല. ലോഗൻ പോൾ മാക്സിമം ക്രൗഡിനെ വെറുപ്പിക്കുന്നുണ്ട്. ഒരു ഹീലായിട്ടുള്ള ഒരു റെസ്ലർ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ലോഗൻ പോൾ. നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ആറാമതായി കാണാൻ സാധിച്ചത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ജഡ്ജ്മെന്റ് ഡേയിലെ ലിവ് മോർഗനും റെഗൽ റോഡ്രിഗസും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് നിലവിലെ വുമൺസിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ലൈറ വാൽക്കിരിയയുടെ ടീമിന് എതിരെയാണ്. ബേലി എന്ന താരത്തിന് ഇഞ്ചുറി പറ്റി ബേലിക്ക് പകരം മറ്റൊരു റെസ്ലർ ആയിരിക്കും വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ആരായിരിക്കും ആ ഒരു പാർട്ട്ണർ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. റൂമേഴ്സ് എല്ലാം ഇന്നലെ പുറത്തേക്ക് വന്നത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആണ് ബെക്കി ലഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചത്. ബെക്കിയായിരുന്നു ലൈറ വാൽക്കീരിയയുടെ ഒരു പാർട്ണറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബെക്കി മത്സരത്തിൽ വന്നപ്പോൾ തന്നെ ഏകദേശം റിസൾട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇനി റിസൾട്ട് കാണേണ്ട ആവശ്യമില്ലാതെ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് മത്സര റിസൾട്ടുമായിട്ട് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ചും ലൈറ വാൽക്കീരിയയും പുതിയ വുമൺസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നത് കാണാൻ സാധിച്ചു. 92-വിലെ കുറച്ചും കൂടി ഒരു ആവറേജ് തലത്തിലുള്ള ഒരു മത്സരമായിട്ട് ഫീൽ ചെയ്ത ഒരു മത്സരം ഈ ഒരു വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ലൈറ വാൽക്കീരിയ എന്ന് പറയുന്ന റെസ്ലറിനെ ഇപ്പോൾ ടാഗ് ടീം ചാമ്പ്യനും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ചാമ്പ്യൻഷിപ്പും വെച്ചിട്ട് താരത്തിന് എന്ത് സ്റ്റോറി അവർ കൊടുക്കും എന്നുള്ളത് ഒരു സംശയമാണ്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ഉള്ളപ്പോൾ തന്നെ ലൈറ വാൽക്കീരിക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറിയൊന്നും കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെയാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും കൊടുത്തിട്ടുള്ളത്. എന്തായാലും ബെക്കിയുടെ ഒരു തിരിച്ചുവരവ് റോയുടെ വുമൺസ് ഡിവിഷൻ ഒന്നും കൂടിയും ഒരു സ്ട്രോങ് ആക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ബെക്കി തിരികെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് ഉടനെ തന്നെ കയറിപ്പോകാനും സാധ്യതയുണ്ട്. മെയിൻ ഈവന്റ് മത്സരത്തിന് മുൻപ് WWE ഹോൾ ഓഫ് ഫെയിമറും എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റൻ വന്നിട്ട് അതേ ആ ഒരു അറ്റൻഡൻസ് അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ആ ഒരു 4-വീലർ ബൈക്ക് ഉപയോഗിച്ച് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന സമയത്ത് അദ്ദേഹം ബാരിക്കേഡിലേക്ക് പോയിട്ട് അടിക്കുന്നുണ്ട്. അതേ സമയത്ത് കാണി ഒന്ന് അങ്ങനെ സ്റ്റോൺ കോൾഡ് വന്ന ഒരു ആവശ്യത്തിൽ ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നു. ഈ ഒരു വണ്ടി കൊണ്ടുപോയിട്ട് ബാരിക്കേഡിൽ അടിച്ച ആ ഒരു ആഘാതത്തിൽ ആ ഒരു കാണി നേരെ വീഴുന്നുണ്ട്. എന്നിട്ട് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് റിങ്ങിലേക്ക് കയറി ആ അറ്റൻഡൻസ് ഒക്കെ അനൗൺസ് ചെയ്യുന്നു. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റൻ റിങ് വിട്ടു പോകുന്ന സമയത്ത് WWE പ്രസിഡൻ്റായ നിക് ഗാന് ആ കാണിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. കാണിക്ക് പരിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ഒക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അദ്ദേഹം അവസാനം ബിയറൊക്കെ കുടിച്ചിട്ട് പതിവ് പോലെ റിങ് വിട്ട് പോകുന്നതും കാണാൻ സാധിച്ചു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സംഭവ ബഹുലമായിട്ടുള്ള മെയിൻ ഇവൻറ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. റസൽമീനിയ 41 മാർക്കി മത്സരം. സൂപ്പർ താരമായ ജോൺ സിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കളിക്കുന്ന അവസാന റസൽമീനിയയിലെ മത്സരം. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ജോൺ സിന ചലഞ്ച് ചെയ്യുന്ന മത്സരത്തിൽ ജോൺ സിനയുടെയും കോഡി റോഡ്സിൻ്റെയും എൻട്രൻസ് നടക്കുന്നു. രണ്ടുപേരും റിങ്ങിലേക്ക് വരുന്നു. ഇൻട്രൊഡക്ഷൻസ് കഴിയുന്നു. മത്സരം ആരംഭിക്കുന്നു. സ്ലോ പേസ് എന്ന് പറഞ്ഞാൽ സ്ലോ പേസിൻ്റെ ഒരു മത്സരം. ഒരിക്കലും ഈ ഒരു മത്സരം
ഫാസ്റ്റ് പേസ് ആയിട്ട് അവർ പിടിച്ചിട്ടില്ല. കാരണം ഓരോ മൂവ്സും കഴിഞ്ഞ് കുറേയധികം മിനിറ്റുകൾ എടുത്തിട്ടാണ് അടുത്തൊരു കിടിലമായിട്ടുള്ള ഒരു മൂവ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഞ്ചും ഒരു കിക്കും ചെയ്യാൻ തന്നെ അവർ അത്യാവശ്യം സെക്കൻഡുകൾ എടുക്കുന്നുണ്ട്. അത്രയും സ്ലോ ആക്കിയിട്ട് ഈ മത്സരം കൊണ്ടുപോകാൻ കാരണം മാക്സിമം കാണികളെ വെറുപ്പിച്ച് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു പോക്ക് എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം നിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മത്സരത്തിൽ കുറേയധികം മൂവ്സ് ചെയ്തിട്ട് കുറേയധികം കൗണ്ടർ ചെയ്തിട്ടൊന്നുമല്ല മത്സരം ഇത്രയും സമയം നീണ്ടുപോയത്. സ്ലോ ആക്കി കാണിച്ച് മാക്സിമം ടൈം എടുത്ത് ലാഗ് ചെയ്യിപ്പിച്ചിട്ടാണ് മത്സരത്തിൻ്റെ അവസാനം വരെ അവർ എത്തിച്ചിട്ടുള്ളത്. മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജോൺസിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സബ്മിഷൻ മൂവ്, അത് STF എന്ന് പറയുന്ന സബ്മിഷൻ മൂവ് നിരന്തരമായിട്ട് കോഡി റോഡ്സിനെ ഇടുന്നു. കോഡി റോഡ്സ് ഇങ്ങനെ നീങ്ങി റോപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെയും കാല് വലിച്ചുകൊണ്ട് ജോൺസിനെ പിന്നെയും ഇടും. അവസാനം കോഡി റോഡ്സിൻ്റെ കാല് പിടിച്ചിങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് റഫറിയുടെ മരത്തേക്ക് ജോൺസിനെ കാല് കൊണ്ട് കോഡി റോഡ്സ് തള്ളിയിടുന്നുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ആ ഒരു ടേൺ ബക്കിളിൽ നിന്ന് ആ ഒരു പേഡ് എടുത്ത് മാറ്റിയിട്ട് ജോൺസിനെ അങ്ങോട്ടേക്ക് കോഡി റോഡ്സിനെ കൊണ്ടുപോയിട്ട് അടിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഫിനിഷർ ഇട്ട് വിജയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ട്രാവിസ് സ്കോട്ടിൻ്റെ ആ ഒരു മ്യൂസിക് അവിടെ പ്ലേ ആകുന്നതും ട്രാവിസ് സ്കോട്ട് റിങ്ങിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന നൽകുന്നതും ട്രാവിസ് സ്കോട്ടിന് കൈ കൊടുത്തുകൊണ്ട് കോഡി റോഡ്സിനെ അടിക്കാനുള്ള ഒരു പാകത്തിൽ ട്രാവിസ് സ്കോട്ടിന് കോഡി റോഡ്സിനെ പിടിച്ചു കൊടുക്കുന്നു. പക്ഷേ കോഡി റോഡ്സ് തിരിച്ചടിക്കുന്നു. ജോൺസിനെതിരെ ഒരു ഫിനിഷർ ഇടുന്നു. എന്നാൽ ആ കൗണ്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് റഫറിയുടെ കാല് പിടിച്ച് ട്രാവിസ് സ്കോട്ട് റിങ്ങിൻ്റെ പുറത്തേക്ക് വലിച്ചിടുന്നു. എന്നിട്ട് ട്രാവിസ് സ്കോട്ടും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അടിക്കാൻ ആവശ്യപ്പെടുന്നു. ട്രാവിസ് സ്കോട്ട് അടിക്കാൻ വേണ്ടി കൈയോങ്ങുന്ന സമയത്ത് ട്രാവിസ് സ്കോട്ടിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് കോഡി റോഡ്സ് ട്രാവിസ് സ്കോട്ടിനെയും ആക്രമിക്കുന്നു. ആ സമയത്ത് തിരിഞ്ഞ ജോൺസിനെ ടൈറ്റിൽ കൊണ്ട് ആക്രമിക്കുന്ന ഒരു പോലെ കാണിച്ചു. എന്നാൽ കോഡി റോഡ്സ് അവിടെ തടഞ്ഞു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കോഡിയും ജോൺസിനെയും ആ ടൈറ്റിലിന് വേണ്ടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു പിടി വലി വന്ന സമയത്ത് കോഡി റോഡ്സ് ആ ഒരു ടൈറ്റിൽ ജോൺസിൻ്റെ കൈവശത്ത് നിന്നും വാങ്ങുന്നു. എന്നിട്ട് കോഡി റോഡ്സ് ആക്രമിക്കുന്ന പോലെ കാണിക്കുന്നു. ജോൺസിനെ അടിക്കരുതെന്ന് പറയുന്ന സമയത്ത് കോഡി റോഡ്സ് മനസ്സോട് കൂടിയിട്ട് ആ ഒരു ടൈറ്റിൽ അടിക്കാതെ നിൽക്കുന്നു. ആ ഒരു സമയത്ത് ജോൺസിനെ ലോ ബ്ലോ കൊടുത്തുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിക്കുന്നു. എന്നിട്ട് ടൈറ്റിൽ ഉപയോഗിച്ച് കോഡി റോഡ്സിനെ അടിക്കുന്നു. എന്നിട്ട് ജോൺസിനെ ആ സമയം പിൻഫോളിലൂടെ യൂസ് ചെയ്ത് അദ്ദേഹം പുതിയ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ജോൺസിൻ്റെ കരിയറിലെ 17ാമത്തെ തവണ നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന 17ാമത്തെ തവണ WWE ചാമ്പ്യൻ ആകുന്ന ആ ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അവസാനം ജോൺസിനെയും ട്രാവിസ് സ്കോട്ടും സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റും കാണിച്ചുകൊണ്ട് റസൽമേനിയ 41 അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ജോൺസിനയുടെ വിജയത്തിന് പിറകിലുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന ആ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ മത്സരം ഭയങ്കര സ്ലോ ആയതുകൊണ്ട് തന്നെ മത്സരത്തിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. അവസാനം ട്രാവിസ് സ്കോട്ടിനെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു വില്ലൻ തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും റസൽമേനിയ 41 അവസാനിച്ചിരിക്കുന്നു. ആദ്യ ദിവസത്തെ സംബന്ധിച്ചും രണ്ടാമത്തെ ദിവസത്തെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.